പേരൻസ്, നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ ഞാനൊരു ഫോം കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ ഫോമിൽ ഏറ്റവും അടിഭാഗത്ത് ആ ഫോം ഒന്ന് എടുത്തു നോക്കിയാൽ അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്, അവിടെ ഈ ചതുരത്തിനകത്ത് അവിടെ ഒരു ചതുരമുണ്ട്. ഈ ചതുരത്തിനകത്ത് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ്, കുട്ടിയുടെ ഒപ്പ്, ഈ വരകളിൽ മുട്ടാതെ കുട്ടിയുടെ ഒപ്പ് ഇവിടെ ഇടണം. സിഗ്നേച്ചർ ഓഫ് ദ പാരന്റ്, ഇവിടെ രക്ഷിതാവിന്റെ ഒപ്പ് എന്നുകൊണ്ട് വരയിൽ മുട്ടാതെ നോക്കണം, നടുക്കായിട്ട് നിങ്ങളുടെ ഒപ്പിടണം. ഏറ്റവും വലതുവശത്ത് സിഗ്നേച്ചർ ഓഫ് ദ പാരന്റിന്റെ അടിയിലായി സിഗ്നേച്ചർ ഓഫ് മാസ്റ്റർ വിത്ത് സീൽ, ഹെഡ് മാസ്റ്റർ വിത്ത് സീൽ എന്ന് കാണാം. അവിടെ സ്കൂളിൽ കൊണ്ടുപോയി നാളെ ഹെഡ് മാസ്റ്ററുടെ ഒപ്പും ഹെഡ് മാസ്റ്ററുടെ സീലും വേണം. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അഥവാ ഹെഡ് മാസ്റ്റർ ലീവാണെങ്കിൽ ചാർജ് ഉള്ള ആളുടെ ഒപ്പ് മേടിച്ചാൽ മതി. നിങ്ങൾ നാളെ സ്കൂളിൽ പോകുമ്പോൾ ഹെഡ് മാസ്റ്റർ ഇല്ല, അങ്ങനെയാണെങ്കിൽ ചാർജ് ഉള്ള ആൾ ഒപ്പിട്ട് തരും. സീല് വേണം, ഹെഡ് മാസ്റ്റർ സീല് വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഹെഡ് മാസ്റ്റർ തന്നെ വേണമെന്നില്ല, ചാർജ് ഉള്ള ആൾ ഒപ്പിട്ടാൽ മതി. ഇനി മുകൾ ഭാഗത്ത് പൂരിപ്പിക്കാനുള്ളത്, അപ്പൊ സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് കുട്ടിയുടെ ഒപ്പാണ്, സിഗ്നേച്ചർ ഓഫ് പേരന്റ് രക്ഷിതാവിന്റെ ഒപ്പാണ്. അതിന് താഴെ വലതുവശ സിഗ്നേച്ചർ ഓഫ് ഹെഡ് മാസ്റ്റർ വിത്ത് സീൽ, ഹെഡ് മാസ്റ്ററുടെ ഒപ്പും സീലും. ഓക്കെ, ഹെഡ് മാസ്റ്റർ 3-4 ദിവസം ലീവ് ആണെങ്കിൽ ചാർജുള്ള ഒപ്പിട്ട് തന്നാൽ മതി. ഇനി മുകൾ ഭാഗത്തേക്ക് നോക്കാം. ഏറ്റവും മുകളിൽ അഫിക്സ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ കാൻഡിഡേറ്റ്, കുട്ടിയുടെ ഒരു ഫോട്ടോ, ഒരു 6 മാസത്തിന് ഇടയ്ക്ക് എടുത്ത ഫോട്ടോ ആയിരിക്കണം. ഏത് യൂണിഫോം വേണം നിർബന്ധമില്ല, ഏതായാലും കുഴപ്പമില്ല. അവിടെ ഒട്ടിക്കാൻ പാകത്തിനുള്ള ഒരു ഫോട്ടോ. മുകൾ ഭാഗത്ത് പൂരിപ്പിക്കേണ്ട 2-3 കുട്ടികളുണ്ട്. പൂരിപ്പിച്ചവരൊന്ന് നോക്കുകയും വേണം. സർട്ടിഫൈഡ് ദാറ്റ് ദ ഇൻഫോർമേഷൻ ഗിവൻ ബിലോ ആർ കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ്, അവിടെ കുട്ടിയുടെ പേരാണ് എഴുതേണ്ടത്. ആ വരയിൽ പേരെഴുതാൻ സ്ഥലം തികയുന്നില്ല, നീട്ടമുള്ള പേരാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്താണ് എഴുതേണ്ടത്. മുകൾ ഭാഗത്ത് ഞാൻ എഴുതിയിട്ടുണ്ടാവും. സ്പെല്ലിംഗ് തെറ്റുണ്ടോ നോക്കുക. ചെറിയ തെറ്റുണ്ടെങ്കിൽ അവിടെ ഒന്ന് തിരുത്തിയാൽ മതി. ഓക്കെ, മുകളിലായി ഒന്ന് തിരുത്തിയാൽ മതി. ബാക്കിയുള്ളത് ഞാൻ വൈറ്റ്നർ കൊണ്ട് മായ്ച്ചോളൂ. രണ്ടാമത്തെ കോളം നെയിം ഓഫ് സ്റ്റുഡൻറ്റ് ഹു ഈസ് സ്റ്റഡിങ് ഇൻ ക്ലാസ് 5th. മുകളിൽ ആദ്യം കുട്ടിയുടെ പേരാണ് വേണ്ടത്. രണ്ടാമത്തെ വരയിലാണ് സ്കൂളിൻ്റെ പേര്. സ്കൂളിൻ്റെ പേര് ചുരുക്കി എഴുതിയാൽ മതി. ഏറ്റവും മുകളിൽ കുട്ടിയുടെ പേര്, അത് കഴിഞ്ഞ് സ്കൂളിൻ്റെ പേര് ചുരുക്കി എഴുതിയാൽ മതി. നെയിം ഓഫ് കാൻഡിഡേറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ്, വലിയ ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ കുട്ടിയുടെ പേര്. 3 ഫോമേ ഞാൻ എഴുതാത്തതുകൊണ്ട് ബാക്കിയെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയാൽ മതി. ഫാദേഴ്സ് നെയിം ഇൻ ബ്ലോക്ക്, അച്ഛൻ്റെ പേര് വലിയ അക്ഷരത്തിൽ, വലിയ അക്ഷരം ഇംഗ്ലീഷിൽ. അമ്മയുടെ പേര് വലിയ അക്ഷരം ഇംഗ്ലീഷിൽ. നെയിം ഓഫ് ഗാർഡിയൻ ആൻഡ് റിലേഷൻഷിപ്പ്, സാധാരണഗതിയിൽ അച്ഛന്മാർ ഉള്ള കുട്ടികളാണെങ്കിൽ അച്ഛൻ്റെ പേര് എഴുതിയാൽ മതി. ഓക്കെ, അച്ഛന്മാർ ഇവിടെ ഇല്ല, അച്ഛൻ മരിച്ചു പോയതൊക്കെ ആണെങ്കിൽ അമ്മയുടെ പേര് എഴുതി ബ്രാക്കറ്റിൽ മദർ എന്ന് എഴുതണം. ഡേറ്റ് ഓഫ് ബർത്ത് ഡേയിൽ എഴുതണം, അത് കഴിഞ്ഞ് ഫിഗറിലും എഴുതണം. നിങ്ങൾ ഡേയിൽ എഴുതിയിട്ട് ഒപ്പ് മേടിച്ചാൽ മതി. ഞാൻ ഫിഗറിൽ എഴുതിയ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മിക്കവാറും ഞാൻ എഴുതിയതാകുമ്പോൾ ഫിഗറിലുണ്ടാവും. ഞാൻ സ്കൂളിലെ ഇവിടുത്തെ ടീച്ചറെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കണം. പിന്നെ നോക്കേണ്ടത് ആധാർ നമ്പർ ശരിയാണോ നോക്കണം. ആധാർ നമ്പറിൽ തെറ്റുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നിരസിക്കപ്പെടും. അതുകൊണ്ട് ആധാർ നമ്പർ തെറ്റുണ്ടോ നോക്കണം. ഫോൺ നമ്പറിൽ തെറ്റുണ്ടോ നോക്കണം. അഡ്രസ്സ്, വീട്ടുപേരും സ്ഥലവും മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതണം. വീട്ടുപേരും പോസ്റ്റും മാത്രം എഴുതിയാൽ മതി. ആനുവൽ ഇൻകം, നിങ്ങളുടെ റേഷൻ കാർഡ് മാസ വരുമാനം റേഷൻ കാർഡിൽ ഉണ്ടാവും. അതിനെ 12 കൊണ്ട് ഗുണിച്ച് എഴുതണം. അതിൽ കുഴപ്പം വന്നാലും പേടിക്കൊന്നും വേണ്ട, മാറ്റി എഴുതാനൊന്നും നിൽക്കണ്ട. ഞാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതി. റിലിജിയൻ, ഹിന്ദു ആണെങ്കിൽ ഹിന്ദു എന്ന് എഴുതണം. ഹിന്ദുവിൽ ഏതാണോ എഴുതണം. മുകൾ ഭാഗത്ത് നോക്കുമ്പോൾ ജനറൽ, OBC, SC, ST അതിൽ ഏതാണോ നിർബന്ധമായും ടിക്ക് ചെയ്യണം. റിലിജിയൻ കോളത്തിൽ ക്രിസ്ത്യൻ എന്ന് എഴുതിയാൽ ജനറൽ ആണ്. ഹിന്ദു എന്ന് എഴുതിയാൽ
അത് തീയനാണോ വാണിയാണോ ഈഴവയാണോ എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം ഒ ബി സിയിൽ പെടുമെന്ന്. ഒ ബി സിയിൽ പെടുന്നവർ ഒ ബി സി ടിക്ക് ചെയ്യണം നിർബന്ധമാണ്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ റിസർവേഷൻ നഷ്ടപ്പെടും. നമ്മൾ ടിക്ക് ചെയ്യാതെ കൊടുത്താൽ അവർ ജനറലിലേക്കാണ് എടുക്കുക. ഒ ബി സി ആളുകൾ ഒ ബി സി തന്നെ എഴുതണം. പർട്ടിക്കുലേഴ്സ് ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 5 ആ കോളത്തിൽ 3 എന്ന് എഴുതിയതിൻ്റെ താഴെ ഒരു ചതുരമുണ്ട്. 3-ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിൻ്റെ പേര് ചെറുതാക്കി എഴുതണം. 4 എന്ന് എഴുതിയതിൻ്റെ 4ലെ സ്കൂളിൻ്റെ പേര് എഴുതണം. 5ൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ പേര് ചുരുക്കി എഴുതിയാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇവിടുന്ന് പൂരിപ്പിച്ച് തന്നതിനകത്തും ചിലതിനകത്ത് മാലൂര്, തോലമ്പറ, വെള്ളർവള്ളി, കൂത്തുപറമ്പ് ഭാഗത്തുള്ള കുട്ടികൾ ഏത് ബ്ലോക്കിലാണെന്ന് എനിക്ക് കൃത്യമായി അറിയാത്തത് കൊണ്ട് നെയിം ഓഫ് ദ ബ്ലോക്ക് എന്ന കോളം ഒഴിച്ചു വിട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ബ്ലോക്കിലാണെന്ന് എഴുതണം. ഇത്രയും കാര്യങ്ങളെ പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ടതുള്ളൂ. ഇത് പൂരിപ്പിച്ച് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഞാൻ ഇത് വാങ്ങാൻ വേണ്ടി സെൻറ്ററിൽ വരും. രാവിലെ 7 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെ ഞാൻ അവിടെ ഉണ്ടാവും, ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും. ഓക്കെ, ഇത് പൂരിപ്പിക്കുന്നതിൻ്റെ കൂടെ നിർബന്ധമായും കുട്ടിയുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി വേണം. ആധാർ കാർഡ് കൊണ്ടുവരേണ്ട, ഒരു കോപ്പി എടുത്ത് കൊണ്ടുവരണം. അതും കൂടി ഇട്ടിട്ടാണ് നവോദയ സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടത്. ആധാർ കാർഡിൻ്റെ കോപ്പി നിർബന്ധമാണ് എന്ന് ഓർക്കണം കുട്ടിയുടെ. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഞാൻ അവിടെ ഉണ്ടാവും, അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കുക. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക.